ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. ബി.ജെ.പി നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച ദേവൻ സീറ്റ് കിട്ടാത്തതിനല്ല അവഗണനയിൽ മനമെടുത്താണ് ബി.ജെ.പിയിൽ നിന്ന് രാജിവെച്ചത് എന്ന് നടൻ ദേവൻ റിപ്പോർട്ടറിനോട്. നേതൃത്വം തന്നെ കേൾക്കാൻ തയ്യാറായില്ല. രാജി തീരുമാനം 6 മാസം മുൻപ് എടുത്തതാണ്. തന്നെ സംബന്ധിച്ച് അപ്രതീക്ഷിതമല്ല. എല്ലാം സഹിച്ച് തനിക്ക് നിൽക്കാൻ പറ്റില്ല. നേതൃത്വം തന്ന ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ല എന്നും ദേവൻ പറഞ്ഞു. കേൾക്കാം. ഇത് അപ്രതീക്ഷിതമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 6 മാസമായിട്ടുള്ള ഞാൻ വളരെ കൂടുതൽ ആലോചിച്ച് ഇതൊന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പലപ്പോഴും ഈ കേരളത്തിലെ നേതൃത്വത്തിനോട് ഞാൻ ശ്രമിച്ചു. അപ്പോഴൊന്നും അവർ അവൈലബിൾ അല്ല. ഞാൻ മെസ്സേജ് അയച്ചു, അതിനും റിപ്ലൈ ഇല്ല. ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ചേരുമ്പോൾ ഇത് അവരത് മനസ്സിലാക്കണ്ടേ, ഇയാൾ ആരാണെന്ന് മനസ്സിലാക്കണം. അല്ലാണ്ട് ഏതെങ്കിലും ഒരു സ്ഥാനമോഹിയായിട്ട് ചാടിക്കയറി അതായത് BJPയിലോ ഏതെങ്കിലും പാർട്ടിയിൽ വന്നവനല്ല ഞാൻ. സീറ്റിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല. അപ്പോൾ ഞാനവിടെ ചോദിച്ചെന്താണെന്ന് വെച്ചാൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അതിന് ഉത്തരമില്ല. അപ്പോൾ തന്നെ എനിക്ക് സംശയമായി. കാരണം ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കയ്യിൽ വടി കിട്ടണ്ടേ, ആ വടി കിട്ടുന്നില്ല. ഷബാസ് അഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ്. ഷബാസ്, 6 മാസം മുമ്പ് രാജി തീരുമാനിച്ചു എന്നാണ് ദേവൻ പറയുന്നത്. നമുക്ക് ഓർമ്മയുണ്ട്, തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ സൂപ്പർ മാർക്കറ്റിലെ കിറ്റ് വിതരണമൊക്കെ നടന്ന സമയത്ത് ദേവൻ അതിന്റെയൊക്കെ ആ പ്രതിഷേധത്തിന്റെയൊക്കെ മുൻനിരയിലുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലം മുഴുവൻ സജീവമായിരുന്നു. പക്ഷേ പാർട്ടി വിടുക എന്ന തീരുമാനം നേരത്തെ തന്നെ എടുത്തതാണ്. ഒരു ചുമതലയും നൽകിയിട്ടില്ല. എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല തുടങ്ങിയ പ്രതികരണങ്ങളാണ് നടത്തുന്നത്. വലിയ കൊട്ടിഘോഷിച്ചുള്ള ഈ പാർട്ടിയിലേക്കുള്ള വരവാണ് ദേവന്റെ. നമുക്ക് ഓർമ്മയുള്ളതാണ്. തീർച്ചയായും അത് ദേവന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നേതൃത്വവുമായുള്ള ഒരു അകൽച്ച കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. അതായത് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ അവഗണനയാണ് തനിക്ക് നേരിടേണ്ടി വന്നത് എന്ന് തന്നെയാണ് ദേവൻ വ്യക്തമാക്കുന്നത്. ദേവൻ പറയുന്നത് പ്രകാരം ഈ ഒരു രാജി എന്ന് പറയുന്നത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമല്ല. 6 മാസമായി തന്റെ മനസ്സിലുണ്ട്. പക്ഷേ അപ്പോഴൊക്കെയും, അതായത് ഈ 6 മാസക്കാലത്തിനിടയ്ക്കൊക്കെ BJP നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങൾ സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിലേക്കും സമവായത്തിലേക്കും എത്തിക്കാനുള്ള ശ്രമമൊക്കെ ദേവന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷെ അതുപോലും കേൾക്കാൻ കൂട്ടാക്കാത്ത തരത്തിലാണ് BJP നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു സമീപനം ഉണ്ടായത് എന്ന് തന്നെയാണ് ദേവൻ പറയുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ദേവൻ എത്രത്തോളം അവഗണന BJP നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു രാജി പ്രഖ്യാപനം, അത് രാജി സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു പരസ്യമായി നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ദേവൻ ഉന്നയിക്കുന്നത്. തന്നെ സംസ്ഥാന ഉപാധ്യക്ഷനായിക്കൊണ്ട് നിയോഗിച്ചു, പക്ഷെ തന്റെ കയ്യിൽ വടി തന്നിട്ടില്ല. വടി തന്നാലാണ് അത് എറിയാൻ കഴിയുകയുള്ളൂ. എന്താണ് തന്റെ റോൾ എന്ന കാര്യം ഇതുവരെ BJP നേതൃത്വം തന്നോട് പറഞ്ഞിട്ടില്ല. തനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, പല പദ്ധതികളും ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും BJP നേതൃത്വം മുഖവിലക്കെടുക്കുകയോ തനിക്കൊരു പരിഗണന നൽകുകയോ ചെയ്തിട്ടില്ല. താൻ അങ്ങോട്ട് സമീപിച്ചപ്പോഴൊക്കെയും തനിക്ക് അവഗണന മാത്രമാണ് നേരിടേണ്ടി വന്നത് എന്നാണ് ദേവൻ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോഴുള്ള സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളും ഉണ്ടായി. അതായത് പലതവണ താൻ അങ്ങോട്ട് സമീപിച്ചിട്ട് പോലും അവഗണനയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്ന് പോലും നേരിടേണ്ടി വന്നത് എന്ന് തന്നെയാണ് ദേവൻ വ്യക്തമാക്കുന്നത്. ആ നേതൃത്വവുമായി കൃത്യമായ ഒരു അകൽച്ചയിലാണ് ദേവൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ദേവൻ നടത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ സംസ്ഥാന ഉപാധ്യക്ഷ സ്ഥാനവും ഒപ്പം തന്നെ പ്രാഥമിക അംഗത്വവും അടക്കം രാജിവെക്കുമെന്ന കാര്യം ദേവൻ പറഞ്ഞിരിക്കുന്നത്. നടന്നൊരു ചടങ്ങിലാണ് ദേവന്റെ രാജ്യപ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. 6 മാസം മുമ്പ് എടുത്ത തീരുമാനമാണ്. അവഗണനയിൽ മനമെടുത്താണ് ഈ തീരുമാനമെടുത്തത്. സഹിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് നടൻ ദേവൻ പറയുന്നത്.